ആരൊക്കെയാണ് ഇവിടെ താമസം? ഞങ്ങൾ 2 ലേഡീസ് മാത്രമേ ഉള്ളൂ സാർ. വാച്ച്മാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കാണുമല്ലോ. ഞങ്ങൾക്ക് ഈ റൂം ഒന്ന് സെർച്ച് ചെയ്യണം. ഓക്കെ സാർ. താങ്ക് യു. കം ഓൺ സെർച്ച്. കം ഓൺ സെർച്ച്. ഓഹോ, അവൻ ഇതിനകത്ത് തന്നെ ഉണ്ടാകും. ഇടങ്ങൂരത്തിനെ കാണുന്നില്ല. മനുഷ്യന് സമാധാനം തരത്തില്ല. ഒന്നുമില്ല. ഞങ്ങൾ 2 ലേഡീസ് മാത്രമേ ഉള്ളൂ സാർ. നല്ല പിയേഴ്സ് സോപ്പിന്റെ മണം. തുടങ്ങിയില്ല കുളി. ഇവിടെ നിന്ന് കുളിസിങ് കാണാണോ സാറ് വിളിക്കുന്നത്? വേഗം വാ. ഇവിടെ എങ്ങും ആരും ഇല്ലടോ സർ. എന്തായടോ? എല്ലായിടും നന്നായി നോക്കി സർ. 2 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. സോറി. ഓക്കെ സാർ. കം ഓൺ. ശരി സർ. പടച്ചോനെ രക്ഷപ്പെട്ടു. ആ എടി, നീ എപ്പോ വരും? ഞാൻ വല്ലാതെ പേടിച്ചു പോയി. നമ്മുടെ ഫ്ലാറ്റിലൊരു കള്ളൻ കയറിത്രേ. പോലീസ് എല്ലായിടത്തും അന്വേഷിച്ചു. ഇപ്പൊ നമ്മുടെ ഫ്ലാറ്റും പരിശോധിച്ചു പോയതേ ഉള്ളൂ. ശരി. ആ വാടി. ചേച്ചി, ആ കള്ളന്റെ കാര്യം എന്തായി? എന്താകാനാ, പോലീസ് വന്ന് അന്വേഷിച്ചിട്ട് പോയി. കള്ളനെ ഒന്നും പിടിച്ചതുമില്ല. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് ചൂടാക്കി കഴിച്ചു. ഞാൻ കുളിച്ചിട്ട് വരാം. എനിക്ക് വിശക്കുന്നില്ല. കൊല്ലം ഞാൻ അവനോട്ട് കളഞ്ഞതാ. എന്ത് കാര്യത്തിനായിരുന്നു? ഒന്നും പണവും വേണോ അത്ര നട്ടലില്ലാത്ത. ആ സുരേഷോ, വാ. 100 ആയിസ. ഞങ്ങളിപ്പോ പറഞ്ഞതേ ഉള്ളൂ സുരേഷിന്റെ കാര്യം. ഇരിക്കി, ഞാൻ ചായ എടുക്കാം. ഷീലേ, വാതിൽ തുറക്ക് ഷീലേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇല്ല, തുറക്കില്ല. നീ ഒന്ന് വാതിൽ തുറക്ക്. എനിക്ക് നിന്നെ കാണണ്ട. നിനക്ക് എന്റെ വാതിൽ തുറക്കില്ല. ഷീലേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. പറഞ്ഞില്ലേ, എന്നെ വിളിക്കണ്ട. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. നീ വാതിലും തുറക്ക്. നീ പൊക്കോ. ഷീലേ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. എനിക്ക് നിന്നെ കാണണ്ട. തുറക്കാനല്ലേ പറഞ്ഞേ? ഇല്ല, വേണ്ട, പോ. തുറക്ക്. നീ ഒരു ചതിയനാ. ഷീലേ, വേണ്ട. തുറക്കാനല്ലേ പറഞ്ഞേ? തുറക്ക്. വേണ്ട, തുറക്ക. എന്താ ഈ കാണിക്കുന്നേ? നീ എന്താ എന്നെ മനസ്സിലാക്കാത്തെ? ഷീലേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ എനിക്ക് നീ ഒന്നും കേക്കണ്ട. എന്റെ ഷീലേ, പ്ലീസ്. എനിക്കൊന്നും കേക്കണ്ട. ഷീലേ, എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. നീ മാത്രം. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായി ഞാൻ. മോളെ, ഞാൻ തൊട്ടു പോകരുതെന്നെ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. 4 വർഷമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് എന്റെ സ്നേഹമല്ല വേണ്ടത്, പണവും പുഞ്ചും. ഷീല, നീ എന്താ ഈ പറയുന്നത്? വേറെ പണമുള്ളവളെ കൊണ്ട് കെട്ടിക്കാനാ നിന്റെ വീട്ടുകാർ എത്ര ധൃതി കാണിക്കുന്നത്?
കൊല്ലിച്ചു നിന്നെ. ഷീലെ, നീ എന്നെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുക. നീ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ഞാൻ ചിന്തിച്ചിട്ട് ഈ പോലുമില്ല. പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു. ശോ. ആ. അത് ശരി, രണ്ടുപേരുടെ കുട്ടികൾ ഇതുവരെ മാറിയിട്ടില്ലല്ലേ? ഞാൻ ചായ എടുത്തു വെച്ചിട്ടുണ്ട്, വന്നേ. വരാൻ. ഇങ്ങോട്ട് വന്നേ. നാണം ഇല്ലല്ലോ കൊച്ചു കുട്ടികളെ പോലെ വഴക്കുണ്ടാക്കാൻ. അങ്ങോട്ടിരുന്നേ. ഓ, ഇനി നിന്നെയും ഞാൻ വന്ന് വിളിച്ചോണ്ട് വരണോ? ഇങ്ങോട്ട് പാടി. ഇരിക്കെവിടെ. ഇനി ചായ കുടിച്ചിട്ട് മതി സംസാരം. എന്നാ. നിന്നോടാ പറഞ്ഞത് കുടിക്കാൻ. സുരേഷിനോട് ഞാനെന്നും ഒരു ചേച്ചി എന്ന നിലയിലാണ് സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും നന്നായിട്ട് അറിയാവുന്നതല്ലേ? പ്ലീസ്, ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകരുത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും സാമാന്യം മോശമില്ലാത്ത ജോലിയുണ്ട്. ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കണം. ഇനി പുരുഷൻ എന്ന നിലയിൽ സുരേഷാണ് ഉറച്ച തീരുമാനം എടുക്കേണ്ടത്. ചേച്ചി പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. ഞാനൊരല്പം സാവകാശം ഇവളോട് ചോദിച്ചേ. സാവകാശം. ഞാൻ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച മാതാപിതാക്കളെ ഒരു നിമിഷം കൊണ്ട് വലിച്ചെറിയാന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചത് ചിന്തിക്കാൻ കൂടി വയ്യ. പോരാത്തതിന് രണ്ടുപേരും രണ്ട് മതത്തിൽപ്പെട്ടവരും. ചേച്ചി, ഞാൻ അവളെ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല. അത്രയ്ക്കിഷ്ടം എനിക്ക് അവളെ, അത്രയ്ക്കിഷ്ടം. ഞങ്ങൾക്കിടയിലെ പ്രശ്നം സ്ത്രീധനമാണ്. ധനം, ധനം മാത്രം. എല്ലാം ശരിയാകും മോനെ. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കാം. ഒന്നാമത് അവളൊരു സുഖമില്ലാത്ത കുട്ടിയും, പിന്നെ ഇന്ന് അവളുടെ മൂഡും ശരിയല്ല. നിങ്ങളൊക്കെ പഠിച്ചവരല്ലേ? മനുഷ്യനെന്തിനാ ജാതിയോ മതമൊക്കെ? രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചയാളാണ് എൻ്റെ ഭർത്താവ്. ഞാനതിൽ അഭിമാനം കൊള്ളുന്നവളാണ്. അവർക്ക് ജാതിയുമില്ല മതവുമില്ല. എല്ലാവരും അവർക്കൊരുപോലെയാണ്. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത. അവൾക്ക് നന്നായി ഫീൽ ചെയ്തിട്ടുണ്ട്. ചേച്ചി അവളെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ വീട്ടിലൊന്നുകൂടി പറഞ്ഞു നോക്കട്ടെ. ശരി സുരേഷ്. ശരി ചേച്ചി. ആയിക്കോട്ടെ. ആ അമ്മേ, ഞാനാ. പറഞ്ഞതിൽ മാറ്റമൊന്നുമില്ല അമ്മേ. അവൻ പറയുന്നത് അവൻ്റെ അമ്മ നിർബന്ധം പിടിക്കണമെന്നാ. കുറഞ്ഞതൊരു 75 പവനെങ്കിലും വേണമെന്ന്. നമ്മളത് എവിടെ നിന്നുണ്ടാക്കാൻ അമ്മേ? ഉള്ളതെല്ലാം കൂടി കൂട്ടിയാൽ 25 പവൻ കാണും. പിന്നെ ചേച്ചിയുടെ അവതാരം കൊണ്ട് വാടക ഒഴുക്കാതെ കഴിയുന്നത്. ചേച്ചിയും കൂടി സഹായിച്ചാലും 75 പവൻ ആവില്ല. അപ്പച്ചൻ്റെ ആശുപത്രിയിലെ ചെലവിനാണെങ്കിൽ എൻ്റെ ശമ്പളം തികയൊന്നുമില്ല. ജോണിക്കുഞ്ഞിന്റെ പഠിത്തവും എനിക്കൊന്നും അറിയില്ലമ്മേ. ഞാൻ ഫോൺ കട്ട് ചെയ്യണമേ. ഇനി എനിക്ക് അവൻ്റെ കാല് പിടിക്കാനൊന്നും വയ്യ. ഇന്ന് ഞാനൊരു തീരുമാനം എടുക്കും.
എൻ്റെ ആത്മഹത്യക്ക് ആരും ഉത്തരവാദിയല്ല. ഞാൻ സ്നേഹിച്ചത് നട്ടലില്ലാത്ത ഒരു പുരുഷനെയായിരുന്നു. അവൻ്റെ വീട്ടുകാർക്ക് പൊന്നും പണവും മാത്രമായിരുന്നു വേണ്ടത്. പോരാത്തതിന് ഞങ്ങൾ 2 മതത്തിൽപ്പെട്ടവരും. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ പിറന്ന എനിക്ക് വിവാഹം സ്വപ്നങ്ങൾക്കും അപ്പുറമായിരുന്നു. പ്രതീക്ഷകളെല്ലാം തകർന്ന എനിക്ക് മരണം മാത്രമായിരുന്നു ആശ്രയം. അതിനു വേണ്ടത് ഞാൻ എൻ്റെ ബാഗിൽ കരുതിയിരുന്നു. നിന്റെ ആത്മഹത്യാക്കുറിപ്പാണ് ഇങ്ങനെ ഒരു കത്തെഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമാകില്ല. ജീവിതം ജീവിക്കാനുള്ളതാണ്. അതെടുക്കാൻ അത് തന്ന പടച്ചോന് മാത്രമേ അവകാശമുള്ളൂ. ഞാനൊരു കള്ളനാണ്, എന്നാൽ മനുഷ്യ സ്നേഹിയുമാണ്. നിന്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നു. നീ സ്നേഹിച്ച നിന്റെ പുരുഷനെ തന്നെ നീ വിവാഹം കഴിക്കണം. അതിനു വേണ്ടുന്ന പണം ഇവിടെ ഞാൻ വയ്ക്കുന്നു. സ്ത്രീധനത്തിനും ജാതി മത ചിന്തകൾക്കും സമൂഹത്തിലെ അനീതിക്കും തിന്മയ്ക്കുമെതിരെ പോരാടേണ്ടത് കള്ളനാണെങ്കിലും എൻ്റെയും ധർമ്മമാണ്. നീ ആഗ്രഹിച്ച പുരുഷനെ തന്നെ വിവാഹം കഴിക്കണം. അതിനാവശ്യമുള്ള പണം ഞാൻ ഈ കത്തിനോടൊപ്പം ഇവിടെ വയ്ക്കുന്നു. പിന്നെ ഈ കത്തിനോടൊപ്പം ഒരു ഒളിക്യാമറയും ഞാൻ വയ്ക്കുന്നു. കുറേ കാലമായി നിങ്ങളുടെ ഫ്ലാറ്റിലെ വാച്ച്മാൻ്റെ ഒളിച്ചുകളിയാണ്. ഇത് ചൂഷണവും പണസമ്പാദന മാർഗവുമാണ്. കുറച്ച് പണം കൊടുത്താൽ ഇവൾക്കൊരു ജീവിതം കിട്ടുമെങ്കിൽ സ്ത്രീധനത്തോടും ജാതി ചിന്തകൾക്കുമെതിരെ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് കുറച്ച് പണം അത് സൽക്കർമ്മമായി മാറട്ടെ.